ചാനൽ ചർച്ചയിലെ വിദ്വേഷ പ്രചാരണത്തിൽ ബി.ജെ.പി. നേതാവ് പി.സി. ജോർജിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി തള്ളിയിരിക്കുന്നു. ശ്രീകാന്ത് നൽകും കൊച്ചിയിൽ നിന്നും അതിന്റെ കൂടുതൽ വിവരങ്ങൾ. ശ്രീകാന്ത്, വളരെ സുപ്രധാനമായ വാർത്തയാണ്. പി.സി. ജോർജിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി തള്ളിയിരിക്കുന്നു. കഴിഞ്ഞ ദിവസം ഈ കേസുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതിയിൽ നിന്ന് വന്ന വാക്കാൽ പരാമർശവും ശ്രദ്ധേയമായിരുന്നു. എന്താണ് ഇപ്പോൾ ഈ രീതിയിൽ ഈ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിക്കൊണ്ട് കോടതി നടത്തിയിരിക്കുന്ന നിരീക്ഷണങ്ങൾ? ചാനൽ ചർച്ചയിൽ മതവിദ്വേഷ പ്രചരണം നടത്തി എന്നുള്ളതായിരുന്നു പി.സി. ജോർജിനെതിരായ കേസ്. ഈ കേസിൽ ജസ്റ്റിസ് പി വി കുഞ്ഞികൃഷ്ണൻ കഴിഞ്ഞ ദിവസങ്ങളിൽ അതിരൂക്ഷ വിമർശനം നടത്തിയപ്പോഴേ അറിയാമായിരുന്നു ഇതിൽ മുൻകൂർ ജാമ്യം കിട്ടാൻ പോകുന്നില്ല എന്നുള്ളത്. പി.സി. ജോർജിന്റെ മുൻകൂർ ജാമ്യ ഹർജി ഇപ്പോൾ ഹൈക്കോടതി തള്ളിയിരിക്കുന്നു. പി.സി. ജോർജിന്റെ അറസ്റ്റ് ഉണ്ടാകാനുള്ള സാധ്യതയാണ് ഇപ്പോൾ കാണുന്നത്. വിദ്വേഷ പരാമർശത്തിൽ പി.സി. ജോർജിന് മുൻകൂർ ജാമ്യമില്ല. പോലീസിന് അറസ്റ്റ് നടപടികളടക്കം പി.സി. ജോർജിനെതിരെ സ്വീകരിക്കാവുന്നതാണ്. പോലീസ് അതിൽ എന്ത് തീരുമാനിക്കും എന്നുള്ളത് കാണണം. പക്ഷേ നിലവിൽ സിംഗിൾ ബെഞ്ച് പി.സി. ജോർജിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളി. നേരത്തെ ചാനൽ ചർച്ചയിൽ ഒരു ചാനലിന്റെ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ടാണ് മതവിദ്വേഷം ജനിപ്പിക്കുന്ന പ്രസ്താവന അദ്ദേഹം നടത്തിയത്. അന്ന് അദ്ദേഹം മാപ്പ് പറഞ്ഞു എന്ന് അവകാശപ്പെട്ടു. പിന്നീട് അദ്ദേഹം കോടതിയിൽ ഈ കേസ് വാദത്തിനെടുത്തപ്പോൾ പറഞ്ഞത് തനിക്കൊരു അബദ്ധം പറ്റിപ്പോയതാണെന്നാണ്. അതിന് കോടതി കൊടുത്ത മറുപടി നിങ്ങൾക്ക് അബദ്ധങ്ങളോട് അബദ്ധമാണല്ലോ പറ്റുന്നത് എന്ന പരിഹാസം കലർന്ന സ്വരത്തിൽ കോടതി തിരിച്ചടിക്കുകയും ചെയ്തിരുന്നു. അതിനുശേഷം കോടതി കുറച്ചുകൂടി ഗൗരവത്തിൽ ആ വിഷയത്തെ സമീപിച്ചു. കോടതി പറഞ്ഞത് ഈ മതവിദ്വേഷ പ്രസംഗങ്ങൾ പ്രസ്താവനകൾക്കെതിരെ ജയിൽ ശിക്ഷ ഉറപ്പാക്കുന്ന നിയമം വേണം. ഇന്നത്തെ അവസ്ഥയിൽ അതിന് ജയിൽ ശിക്ഷ ഉറപ്പാക്കുന്ന ചട്ടം ഇല്ല. പുതിയ നിയമവ്യവസ്ഥയിൽ പോലും അതിനുള്ള ചട്ടമില്ല എന്നും കോടതി ചൂണ്ടിക്കാണിക്കുകയും ചെയ്തിരുന്നു. പി.സി. ജോർജിന് ഹൈക്കോടതിയിൽ നിന്നും ഇപ്പോൾ വന്നിട്ടുള്ളത് കനത്ത തിരിച്ചടിയാണ്. മതവിദ്വേഷ പരാമർശത്തിലാണ് ഇപ്പോൾ പി.സി. ജോർജിന് ഹൈക്കോടതിയിൽ നിന്നും തിരിച്ചടി ഉണ്ടായിരിക്കുന്നത്. മുൻകൂർ ജാമ്യാപേക്ഷ കോടതി തള്ളിയിരിക്കുന്നു എന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. ശ്രീകാന്താണ് കൊച്ചിയിൽ നിന്ന് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകുന്നത്.